നമ്മളിപ്പോൾ സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനുള്ള വോട്ട് ഹരിപ്പാട് ഡാണാപ്പടി വാർഡിലെ മണ്ണാറശാല UP സ്കൂളിൽ അദ്ദേഹത്തിന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട്. അദ്ദേഹത്തിന് ചെന്നിത്തല തൃപ്പരുന്തുറ വാർഡിലെ തൃപ്പരുന്തുറ UP സ്കൂളിലും വോട്ടുണ്ട്. ഞാനിത് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ 2 വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുണ്ട്. അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക് ഒക്കെ വോട്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് എൻഡിൽ കാണുന്നത് നമ്മുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പറാണ്. ആ വോട്ടർ ID കാർഡും 2ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം എന്തായിരിക്കും? ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് 2 വോട്ടർ ID കാർഡ്, അദ്ദേഹത്തിന് 2 മണ്ഡലങ്ങളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട്. ഒരു കയ്യബദ്ധം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം മറ്റേടത്ത് ഇത് വേണ്ട, വെട്ടണ്ട എന്ന് കരുതി ഇതിലേക്ക് ചേർത്തേക്കാം എന്ന് കരുതുകയോ, അദ്ദേഹം കള്ളവോട്ട് കുടുംബത്തോടകം ചെയ്യും എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇത് തൃശ്ശൂരിലെ മാത്രം കേസല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവരാരും തന്നെ ഏതെങ്കിലും സ്ഥലത്ത് 2 വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അതാണ് കള്ളവോട്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരേ വീട്ടിൽ തന്നെ 30-ലധികം വോട്ടർമാരുള്ള നിരവധി കേസുകളുണ്ട്. ഒരേ വീട് നമ്പറാണ്, ഞാൻ നേരിട്ട് പരിശോധിച്ചതാണ്, 30-ലധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതമൈത്രി കളിയാടുകയാണ്. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വലിയ സാഹോദര്യത്തോടു കൂടി ഒരേ വീട്ടു നമ്പറിൽ കഴിയുകയാണ്. 30-ലധികം അഡൽട്ടുകളായിട്ടുള്ള ആൾക്കാർ. അങ്ങനത്തെ ഒരെണ്ണമല്ല. ബെസ്റ്റ് പെർമനന്റ് റെസിഡന്റ് ആയിട്ടുള്ള ഒരാളിന് ആ സ്ഥലത്ത് മാത്രമാണ് വോട്ട് എന്ന രീതിയിലത്തേക്ക് നിങ്ങൾ പറയുന്നുണ്ടോ? ഒരു ചെറിയ ഉദാഹരണം പറയാം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വോട്ട് എവിടെയാണ്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വോട്ട് ചെയ്യുന്നത് കണ്ണൂരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഓർഡിനറിലി ഒരു റെസിഡന്റ് ആയിരിക്കുന്നത് എവിടെയാണ്? അദ്ദേഹം തിരുവനന്തപുരത്താണ്, ക്ലിഫ് ഹൗസിലാണ്. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തിരുവനന്തപുരത്താണ്, അല്ലാതെ ധർമ്മടത്തുള്ള അല്ലെങ്കിൽ കണ്ണൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല. പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വോട്ട് എവിടെയാണുള്ളത്? തിരുവനന്തപുരത്തല്ല അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കണ്ണൂരിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് ഓർഡിനറി റെസിഡന്റ് ഇവിടെ അല്ലേ, സുരേഷ് ഗോപി തൃശ്ശൂരിലായിരുന്നോ, ഇപ്പം സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വന്നോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ ലീഗലി പറയുകയാണെങ്കിൽ, നിയമപ്രകാരമാണോ അല്ലയോ എന്ന് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, തൃശ്ശൂരിൽ ഇലക്ഷൻ നടന്നത് 1 വർഷം മുമ്പാണ്, ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. ഞാൻ പറഞ്ഞത് ഇതിലെല്ലാം ലൂപ്പ് ഹോൾസ് നിരവധിയുണ്ട്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം. ഞാൻ പോകുന്നു. ബൈ ബൈ.